ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാദീസ് കിച്ചൻ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ഒന്നും അല്ല, ഒരു സാധാരണ ഒരു നോർമൽ ഡേയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ്. അതായത് കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് പ്ലാൻ ചെയ്തു. അത് അങ്ങനെ ഇടുന്നതാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ എവിടെ പോയിട്ട് വരുവാന്ന് ചോദിച്ചാൽ പോളിയോ കൊടുത്തിട്ട് വരുവാണ് കുഞ്ഞിന്. പോളിയോ സൺഡേ ആയിരുന്നു, പക്ഷെ നമുക്ക് സൺഡേ കൊടുക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ കുഞ്ഞിന് ഇന്ന് കൊടുത്തിട്ട് ഒരു 9:30 ആയപ്പോൾ പോയി പോളിയോ കൊടുത്ത് കുഞ്ഞിനെ സ്കൂളിലാക്കിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുവാണ്. അപ്പോൾ വാപ്പച്ചിയും ഞാനും കുഞ്ഞും കൂടിയാണ് പോയത്. ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റമാണ്. രാവിലെ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഒരു സമയം ഒരു 10:15 ആയിട്ടുണ്ട്. അപ്പോഴത്തേന് ചോറൊക്കെ തിളപ്പിച്ച് ഞങ്ങൾ റൈസ് കുക്കറിലാണ് വെക്കുന്നത്. പിന്നെ പയറൊക്കെ അരിഞ്ഞു വെച്ചു, മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് ഓർത്തു. പിന്നെ അവിടെ വെക്കുന്ന അന്ന് ക്ലീൻ ചെയ്തു കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് ആ കറണ്ടടുപ്പിൽ തന്നെ നമ്മൾ പയർ വെക്കുകയാണ്. നമ്മുടെ ഇവിടെ സോളാർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഞങ്ങളിങ്ങനെ കറണ്ടടുപ്പിൽ കൂടുതൽ സാധനങ്ങളൊക്കെ വയ്ക്കുന്നത്. പിന്നെ അടുക്കളയിൽ വെച്ചിട്ടുള്ള ചെടിയിലെ വെള്ളമൊക്കെ നമ്മൾ ഇടയ്ക്ക് മാറിക്കൊടുക്കണം. അതില്ലെങ്കിൽ അതിനകത്ത് കൊതുകൊക്കെ വന്ന് മുട്ടയിടും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ച് കൊടുക്കും. തലേന്നേ മീനൊക്കെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസിയാണ് പിറ്റേ ദിവസം. പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു, കുറച്ച് തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു. മഴയൊക്കെ മാറി ഒന്ന് തെളിഞ്ഞ സമയത്ത് തുണി വിരിച്ചു. അപ്പോഴത്തേക്കും പിന്നെ വാപ്പച്ചി കുറച്ച് റംബൂട്ടാൻ കൊണ്ടുവന്നേ. ഇത് വാപ്പച്ചിയുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല ബഡിൻ്റെയാണ് രണ്ടും. നല്ല മധുരമായിരുന്നു. പച്ചയ്ക്കാണ് കൂടുതൽ മധുരം. പിന്നെ അത് കുറേ പൊട്ടിച്ച് കഴിച്ചു. കുറേ റംബുട്ടാനൊക്കെ കഴിച്ചിരുന്ന് കുറച്ച് സമയമൊക്കെ പോയി. ഒരു 11:30 ആയപ്പം നമുക്കിങ്ങനെ പെട്ടെന്ന് ജോലി തീർക്കാനുള്ള തിക്കും തിരക്കുമായി. ചോറൊക്കെ വാർത്തു. പിന്നെ അപ്പോഴത്തേക്ക് വെളിയിൽ ചെറിയ മഴയുണ്ടായിരുന്നു, ചെറിയ ചാറ്റൽ മഴ. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കിട്ടുകയില്ല. ഒരു ചെറിയ മഴയുണ്ടായിരുന്നു. രാവിലെ തൊട്ട് അടുക്കളയൊക്കെ ആകെ കുളമായിട്ട് കിടക്കുമായിരുന്നേ. പാവയ്ക്ക കുറച്ച് വറക്കാനുണ്ടായിരുന്നു ഉച്ചയ്ക്കത്തേക്ക്. ഞങ്ങളിങ്ങനെ പാവയ്ക്ക വറക്കുന്നത് നീളത്തിലരിഞ്ഞ് ഒരു മുളക് കീറിയിടും. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം മസാല പിടിക്കാൻ വെച്ചിട്ട് വറുത്താൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുവേ. അപ്പോൾ പിന്നെ വാപ്പച്ചി മീൻ കൊണ്ടുവന്നു. അപ്പോൾ പൂമീനാണിത്. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്കത്തേന് ഇന്ന് മീനുള്ളതുകൊണ്ട് ഇത് രാത്രിക്കത്തേന് വേണ്ടിയിട്ട് വെട്ടി ക്ലീൻ ചെയ്യാൻ പോവുകയാണേ. ഉമ്മ ക്ലീൻ ചെയ്യാൻ പോയപ്പം ഞാൻ എന്നിട്ട് കറിയൊക്കെ താളിക്കാമെന്ന് വെച്ചു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ കറിയൊക്കെ താളിച്ച് ഞാൻ ഉണക്കമീനൊക്കെ ഒന്ന് വറക്കാനിട്ടപ്പോഴത്തേക്ക് മീൻ വെട്ടിക്കൊണ്ട് വന്നു. നല്ല സോഫ്റ്റ് മീനായിരുന്നു. നല്ല വറക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ബിരിയാണിയൊക്കെ വെക്കാൻ നല്ല പറ്റിയ പീസ് മീനായിരുന്നു. പിന്നെ ഉണക്കമീനൊക്കെ വറുത്തു. അപ്പോഴത്തേക്ക് കറണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് വെള്ളവും തീർന്നു. അങ്ങനെ കുറച്ചും കൂടെ താമസിച്ചു തീരാൻ വേണ്ടിയിട്ട്. പാത്രം കഴുകാനൊന്നും വെള്ളം കിട്ടിയില്ല. കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ കറണ്ട് വന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊന്ന് അടിച്ചു വാരാനുണ്ടായിരുന്നു. അടിച്ചൊക്കെ വാരി ഒന്ന് തുടച്ചൊക്കെ ഇട്ടു. പിന്നെ കുളിയും നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറൊക്കെ ഉണ്ടു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.